റീബ്രാൻഡിങ് എന്ന് പറയുന്നത് പുതിയൊരു കാര്യമല്ല. അത് കാലങ്ങളായിട്ട് ബ്രാൻഡുകൾ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിലും അവരുടെ വിഷ്വൽ ഐഡൻറ്റിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അത് വാർത്തയായിരുന്നില്ല. കാരണം ഈ ദൃശ്യമാധ്യമങ്ങൾ അത്രത്തോളം ഇല്ലാതിരുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ വാർത്തയായിരുന്നില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയാസ് വന്നതോടുകൂടി ഇത് വലിയ രീതിയിൽ ചർച്ചയാവാനായിട്ട് തുടങ്ങി. ആളുകൾ കുറച്ചുകൂടെ ബ്രാൻഡിനോട് അടുത്തപ്പം ഇത് ഏതെങ്കിലും ഒരു ചെറിയൊരു മാറ്റം ഒരു ബ്രാൻഡ് വരുത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു വാർത്തയാവാനായിട്ട് തുടങ്ങി. അത്തരത്തിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയായിരുന്നു ജാഗ്വർ അവരുടെ ലോഗോ മാറ്റി എന്നുള്ളത്. കാലങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു ഐക്കോണിക് ലോഗോ അവർ ചേഞ്ച് ചെയ്തു എന്നുള്ളത്. ജീവൻ, ഈ ലോഗോ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ വലിയ കമ്പനീസ് അത് മാറ്റുന്ന സമയത്ത് വലിയൊരു വാർത്തയാണ്. അത്തരത്തിൽ ജാഗ്വർ റീസെൻ്റ്ലി മാറ്റി. അതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി വലിയ ആൾക്കാർ, അതായത് എലൺ മസ്കിനെ പോലുള്ള ആൾക്കാർ പോലും ഇതിനകത്ത് കമൻറ്റ് ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടായിരിക്കും ജാഗ്വർ ഇത്തരത്തിലൊരു ലോഗോ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ജാഗ്വറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ജാഗ്വറിൻ്റെ ലോഗോ മാത്രമല്ല, അവരുടെ മൊത്തം ഒരു ഐഡൻറ്റിറ്റി തന്നെ അവർ മാറ്റിക്കളഞ്ഞു. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജുൻ അറിയാം, ഇപ്പോൾ വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ജാഗ്വറിൻ്റെ സെയിൽസൊക്കെ ഭയങ്കര കുറഞ്ഞു വരുന്നൊരു സമയമാണ്. അപ്പം എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറുന്നു. അപ്പോൾ ജാഗ്വറിനും അതൊരു മാൻഡേറ്ററി സംഭവമായി, ഇലക്ട്രിക്കിലേക്ക് മാറണം, പുതിയ ജനറേഷൻ അട്രാക്ട് ചെയ്യണം. അപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി മൊത്തം മാറ്റി മറിച്ച് ഒരു പുതിയ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇനീഷ്യലി ഒരു ലോഗോ റിവീൽ വീഡിയോ ഇട്ടു. അപ്പോൾ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയും കാറില്ല. അങ്ങനെയാണ് എലോൺ മസ്ക് ചോദിക്കുന്നത് ഡു സെൽ കാർസ് എന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അവരതിനകത്ത് കുറേയും കൂടെ കൾച്ചറൽ ഡിഫറൻസും വെർസറ്റൈൽ LGBT കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അവരുടെ എനിക്ക് തോന്നുന്നു ഈ വീക്കോ മറ്റോ അവരുടെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവരെ പുതിയ ഡിസൈൻസ് ഒക്കെ റിവീൽ ചെയ്യും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു റീഡിസൈൻ ആയിരിക്കും ഒരു പരിധി വരെ. അപ്പം പുതിയ ജനറേഷൻ കാർസ് അവർ കംപ്ലീറ്റ് ഓൾറെഡി ഉള്ള എല്ലാ ലൈനപ്സും സ്റ്റോപ്പ് ചെയ്തു. ഇനി പുതിയ ഡിസൈനിലുള്ള പുതിയ ഇലക്ട്രിക് വണ്ടികളായിരിക്കും അവർ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. ജീവനത് മാത്രമല്ല, ഇത്തരം ഇപ്പം ജാഗ്വർ അവർ ഒരു ലോഗോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വലിയ രീതിയിലുള്ള റിസർച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ടാകും. കാരണം അത്രയും വലിയൊരു ബ്രാൻഡ് അതില്ലാതെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ മാറ്റത്തില്ല. അതിന് പുറകിൽ വളരെ കാര്യമായിട്ടുള്ള R&D വർക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ സ്റ്റിൽ നമ്മൾ കുറ്റം പറയാറുണ്ട്. പലപ്പോഴും ഈ നമുക്കൊരു ലോഗോ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഇമ്മീഡിയറ്റ്ലി തന്നെ റിഫ്ലക്റ്റ് ആവാറുണ്ട്. അങ്ങനത്തെ കേസസ് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ട്രോപ്പിക്കാനയുടെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇതായിരുന്നു നമ്മുടെ ഗ്യാപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാം 6 ദിവസം കൊണ്ടാണ് അതിൻ്റെ ഒരു റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവൻ വലിയ ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ലോഗോ ചേഞ്ച് എത്രത്തോളം വലിയ R&D ചെയ്ത് കഴിഞ്ഞാലും ഒരു ലോഗോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവരെ സെയിൽസിനെ ബാധിച്ചു എന്ന് വരാം. പക്ഷെ നമ്മൾ ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ള ലോഗോ ചേഞ്ചസ് എല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി. ഇപ്പം പിൻട്രസ്റ്റ് നമുക്ക് നോക്കാം. പിൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പണ്ടൊരു റണ്ണിങ് ലെറ്ററിൽ അവർ എഴുതിക്കൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഒന്ന് ഒരു വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ അവർ റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. Airbnb ആണെന്നുണ്ടെങ്കിലും വളരെ മിനിമൽ രീതിയിലേക്ക് പോകാൻ തുടങ്ങി. അത് നമുക്ക് മിനിമൽ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ഫോണ്ട് യൂസ് ചെയ്തിട്ട് അവരുടെ പേര് എഴുതുന്ന ആ ഒരു രീതി. അപ്പം അത്തരത്തിൽ ഒരു സിംപ്ലിസിറ്റി ഇപ്പം ഞാൻ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകൾക്കെല്ലാം ഒരു സിമ്പിൾ ഐഡൻറ്റിറ്റിയിലേക്ക് അവർ മാറുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. അതിന് പലരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പണ്ട് 90s നമുക്ക് ഓരോ ലോഗോസും ഭയങ്കര ഓരോ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നത്. ഇന്ന് ഏത് നോക്കിയാലെല്ലാം ഏകദേശം ഒരുപോലെ. ഇപ്പം ഈ നത്തിങ്ങിൻ്റെ ലോഗോ ഐഡൻറ്റിറ്റിയും അവരുടെ ക്യാപ്ഷൻസും ഒക്കെ ആയിട്ട് കോപ്പി നത്തിങ് എന്ന് പറഞ്ഞിട്ടാണ് ജാഗ്വറിൻ്റെ ഈ സാധനം വരുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഒരു മിനിമലിസത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് തന്നെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഏതൊരു ബ്രാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോറായിട്ടുള്ള കുറേ വാല്യൂസും അവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയൊരു എന്താ പറയുക ഹെറിഡിറ്റി അല്ലെങ്കിൽ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലെഗസി ഉണ്ട്. അപ്പോൾ ആ ലെഗസിയെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കും ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുക. യെസ്, ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലോഗോ ക്രിയേഷനെ കുറിച്ചിട്ട് ഉള്ള ചർച്ചയിലേക്ക് നമുക്ക് വരാൻ തോന്നുന്നു. കാരണം ഇപ്പം ഈ ജാഗ്വർ ലോഗോ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. Airbnb ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കാരണം Airbnbയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാർ Airbnb അല്ലെങ്കിൽ ഈ ജാഗ്വറിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ലോഗോ വഴിയാണ്. അപ്പം അവർക്ക് ആ ലോഗോ വിഷ്വൽ ഐഡൻറ്റിറ്റിക്ക് അപ്പുറത്ത് അതിന് എന്തോ ഒരു മീനിങ് ഉണ്ട് അകത്ത്. അത് ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ച് കയറിയിട്ടുണ്ട്. അപ്പം
ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ആളുകളിലേക്ക് എന്ത് പോകണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ലോഗോ ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷ്വൽ ഐഡൻറ്റിറ്റീസ് എല്ലാം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും ആദ്യം എൻ്റർ ചെയ്യുന്നത് ലോഗോ മേക്കിങ്ങിലേക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കാം ആ പാക്കേജ് ഡിസൈനിങ് എങ്ങനെ വരണം, അതിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം, അതിൻ്റെ വാല്യൂസും വിഷൻ സ്റ്റേറ്റ്മെൻറ്റൊന്നും പലപ്പോഴും പല ബ്രാൻഡുകൾക്കും ഇല്ല. അതെല്ലാം നെറ്റിൽ നിന്ന് കോപ്പി അടിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രോസസ്സ്, ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പലപ്പോഴും ബ്രാൻഡ് കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആളുകളുടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ആദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. ആദ്യം നമ്മൾ ലോഗോ ആണ് ഉണ്ടാക്കേണ്ടത്, അതോ ആദ്യം നമ്മൾ പേരാണോ ഉണ്ടാക്കേണ്ടത്? ചിലവരെ നമ്മളെ സമീപിക്കുന്ന സമയത്ത് സാർ പേരായിട്ടില്ല പക്ഷെ ലോഗോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പം ആദ്യം എന്താണ് നമ്മൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കേണ്ടത്? നമ്മുടെ ഓൺടർപ്രണേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്സിനെ നമുക്ക് അത് ശരിക്കും ഒരു മിസ്റ്റേക്ക് ആണോ അവർ ചെയ്യുന്നത്? അത് മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഏതൊരു ബ്രാൻഡിങ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്മൾ ഇനിഷ്യലി ഉണ്ടാക്കേണ്ട ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അതിലേറ്റവും ആദ്യം ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിനകത്താണ് നമ്മൾ ഇതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത്. പലരും അങ്ങനെ ഒരു സ്ട്രാറ്റജി എന്നൊരു സംഭവം അല്ല ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത്, ചിലവരാണ് എനിക്ക് ഈ കളർ ഇഷ്ടമല്ല, കേസ് എനിക്ക് പച്ച കളർ ഇഷ്ടമല്ലെന്ന് വെച്ചാൽ എൻ്റെ ബ്രാൻഡിന് പച്ച കളർ ഞാൻ നിർബന്ധം വാശി പിടിച്ചത് വെച്ചിട്ട്, കാരണം എനിക്കല്ല മറ്റൊരാൾക്കാണ് ആ ഫീലിംഗ് അതിൽ വരേണ്ടത്. അതാണല്ലോ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബ്രാൻഡിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു കോറായിട്ടുള്ള അതിൻ്റെ പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിഷൻ, പേഴ്സണാലിറ്റി, ഇതൊക്കെ എവിടെ ബ്രാൻഡ് പൊസിഷനിങ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട്, ഇനി ഒരുപാട് ഫാക്ടേഴ്സ്, അതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് കൃത്യമായിട്ട് ഈ വിഷ്വൽ ഐഡൻറ്റിറ്റീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഒരു കോർ പേഴ്സണാലിറ്റി, കോർ സാധനങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആൾക്കാർ ഇതൊന്നും ചെയ്യാണ്ട് നേരെ ഇത്ര ഒരു ഐഡൻറ്റിറ്റിയിൽ അവരുടെ പേഴ്സണൽ ടേസ്റ്റ് വെച്ചിട്ടായിരിക്കും പോവുക. കാരണം നമുക്ക് അവിടെ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഇവർ ഈ ജാഗ്വാറിന് ലോഗോ ചേഞ്ച് വന്ന സമയത്ത് എല്ലാം ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ നമ്മുടെ ഡാനിയൽ പ്രീസ്റ്റിലേക്ക് പോലത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്സ്പേർട്സ് പറഞ്ഞത്, ഈ മില്ലേനിയൽസ്, അതായത് 90s ജനിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോറി, ഒരു ബ്രാൻഡിന് പുറകിലുള്ള സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷൻ കണക്ഷൻ, പഴയ സംഭവങ്ങളൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ആ ലെഗസി ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്വാറും ആ പഴയ സാധനം തന്നെ വേണം. പക്ഷേ നോക്കിയാൽ മനസ്സിലാവും ഈ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോറിക്കൊന്നും വലിയ കാര്യം, അവർ അപ്പോഴത്തെ വൈബിൻ്റെ പുറത്താണ് ആ സാധനം പോകുന്നത്. അപ്പോൾ ആ ഒരു വൈബ് കിട്ടാനാണ് അവർ ഇതിലേക്ക് ചെയ്തിട്ടുള്ളതെന്ന ലെവലിലാണ് പറയുന്നത്. പല ബ്രാൻഡ്സുകളും അതാണ്, ആ സ്പോട്ടിലുള്ള ആ വൈബിനപ്പുറത്തേക്ക് അതിന് ഒരു ബാക്ക് സ്റ്റോറി വേണമെന്ന് പോലും പലരും ചിന്തിക്കുന്നില്ല. പുള്ളിയുടെ ഒബ്സർവേഷനാണ്, അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്ന് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. അങ്ങനെ ബാക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുന്ന മില്ലേനിയൽസും ഉണ്ടാവാം. പക്ഷേ ജനറലി ആ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവരത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും പുറമെ ബ്രാൻഡ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അവർ ഇതിൻ്റെ ഐഡൻറ്റിറ്റീസിലേക്ക് പോകുന്നത്. ഇനി അവരുടെ കാറിൻ്റെ ഡിസൈനൊക്കെ അതനുസരിച്ചായിരിക്കും വരിക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ബ്രാൻഡ് സ്ട്രാറ്റജി, അതിനകത്ത് ബ്രാൻഡ് കോറ്, അതിൻ്റെ പേഴ്സണാലിറ്റി, അതിൻ്റെ പൊസിഷനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം ഇത്തരത്തിലേക്ക് കണ്ടിട്ട്. നമ്മൾ പലപ്പോഴും ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ഇനിഷ്യലി ചെയ്യുന്നത് ഇതിനു മുമ്പേ നമ്മൾ ആൻട്രപ്രണറിനെയും കൂടെ അസസ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രാൻഡിങ് പ്രോസസ്സിലേക്ക് പോകാറുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഇൻഡിവിജ്വൽസ് ആണ് പലപ്പോഴും ബിസിനസ് ചെയ്യുന്നത്. ഒരു കൂട്ടം ആൾക്കാരോ അല്ലെങ്കിൽ ആദ്യം തന്നെ ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതിയിലൊന്നും അല്ല പോകുന്നത്. ഒറ്റ ആളായിരിക്കും, അത് വൺ മാൻ ആർമി പോലെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിന് ഓർമ്മയുണ്ട്, നമുക്ക് കോവിഡിന് മുമ്പ് വരെ ഓൺടർപ്രണേഴ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവ് അവർ നിക്ഷേപം മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ തുക വകയിരുത്തുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ കോവിഡിന് ശേഷം ആൾക്കാർക്ക് മനസ്സിലായി ബിസിനസ്സുകളൊക്കെ ഇത്രത്തോളം വളരാൻ തുടങ്ങിയപ്പം കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് വേണമെന്നുള്ള രീതിയിലേക്ക് വരാനായിട്ട് തുടങ്ങി. ആൻഡ് അപ്പോഴും അവർ മിസ് ഔട്ട് ചെയ്യുന്ന, ഇപ്പോഴും പല ഓൺടർപ്രണേഴ്സ് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രാൻഡിങ്, ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി വേണമെന്നുള്ളത്. പതിയെ മാറി വരുന്നുണ്ട്. ആളുകൾ നല്ലൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയതിന് ശേഷം വെറുതെ എന്തെങ്കിലും സ്റ്റിക്കറിങ് ചെയ്തിട്ട് ഇറക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു സ്ട്രോങ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന ബാക്കി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്കും എല്ലാം പോകാമെന്നുള്ളൊരു ചിന്ത ഒന്ന് മാറിയിട്ടുണ്ട് ആൾക്കാരുടെ. വളരെ കുറച്ചേ മാറിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് അടുത്തൊരു 3-4 വർഷത്തിൽ തന്നെ
ഇതിന് വലിയൊരു മാറ്റം വരും. ആൾക്കാർ ഏറ്റവും ഇമ്പോർട്ടൻസ് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് കൊടുക്കും. പക്ഷേ ഇന്ന് ബ്രാൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടേമായിട്ട് മാറിയിട്ടുണ്ട്. ഈവൻ എസ്പെഷ്യലി പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും നാട്ടുകാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈവൻ ദോ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ജീവൻ ഓർമ്മയുണ്ട്. നമ്മൾ കോവിഡ് സമയത്ത് വാട്ട് ഈസ് എ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് യൂട്യൂബിനകത്ത് മലയാളത്തിലെ ബ്രാൻഡിനെ കുറിച്ചിട്ട് അങ്ങനെ ആരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വീഡിയോ മാത്രമേ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ധാരാളം ആൾക്കാർ ഇപ്പോൾ ബ്രാൻഡിലേക്ക് വരാനായിട്ട് തുടങ്ങി. പക്ഷേ ആ ക്രക്സ് പലരും അത് മിസ് ചെയ്യുന്നുണ്ട്. എന്താണ് ബ്രാൻഡ് എന്നുള്ളത്, അതിൻ്റെ ഒരു ക്രക്സ് പലരും മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് മാത്രം അങ്ങ് ചുരുങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഇത് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ കുഴിയിൽ വീണിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഇത് മനസ്സിലാക്കിയിട്ട് ഈ ക്രക്സ് ആദ്യം ഡെവലപ്പ് ചെയ്തതിന് ശേഷം കോർ എന്ന് പറയും. നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കോർ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻറ്റ്സ് പോലും അവരുടെ ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളിൽ അവരൊരിക്കലും ഒരു അല്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്തിട്ടില്ല. ഒന്ന് സമയവും മറ്റൊന്ന് പണവുമാണ്. ഡെഫിനറ്റ്ലി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. കാരണം ഇത് പെട്ടെന്ന് ചുട്ടെടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇത് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, ക്രിയേറ്റീവ് പ്രോസസ്സാണ്, ഇൻ്റർവെൻഷനാണ്, ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ആൾസോ പണവും അതിനനുസരിച്ചിട്ട് നല്ലൊരു സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി പണം, അത് ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഒരു വിഷ്വൽ ഐഡൻറ്റി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഫോളോ പ്രോസസ്സിലാണെങ്കിലും ആ ഒരു ക്വാളിറ്റി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഇൻവെസ്റ്റ് മോർ മണി. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ സ്ട്രോങ് ഐഡൻറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു ലോങ് ടേമിൽ ഈ ബ്രാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി സക്സസ്ഫുൾ ആവത്തുള്ളൂ. എന്ന് പറയുന്നത് ജീവൻ സിജു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാർക്കറ്റ് അത്രയും പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ മാർക്കറ്റിംഗ് എത്ര കാശ് പമ്പ് ചെയ്താലും കാര്യമില്ല. നമുക്ക് ബ്രാൻഡിങ് സ്ട്രോങ് ആയിരിക്കണം. മറ്റ് ബ്രാൻഡ്സുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഐഡൻറ്റിറ്റീസ് വേണം, നമ്മുടെ കോർ വാല്യൂസും കാര്യങ്ങളും വേണം. ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ കോറായിട്ടുള്ള ഒരു ബ്രാൻഡ് പൊസിഷനിങ്, ഇപ്പം നമ്മൾ മുമ്പ് ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് കാർ എന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാരുതി എന്ന ബ്രാൻഡായിരിക്കും നമ്മൾ മനസ്സിലേക്ക് പറയാം. ലക്ഷറി എന്ന് പറയുമ്പോൾ ലെക്സസോ അല്ലെങ്കിൽ ഓഡിയോ ആ ലെവലിൽ വരും. അപ്പം ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു BMW ഒക്കെ ആയിരിക്കും, നമ്മളെ പോർഷെ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇത് എല്ലാം കാറ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പൊസിഷൻ ചെയ്തേക്കുന്ന കറക്റ്റ് ഓരോ സ്പോട്ടിൽ. ഇപ്പോൾ ജാഗ്വാറിൻ്റെ പൊസിഷൻ ഇതൊന്നുമല്ല, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനിങ്. ഒരു ഫാഷൻ ബ്രാൻഡ്, നമ്മളിപ്പം വാച്ചസിലേക്ക് വരുന്ന സമയത്ത് ഫോഴ്സിൽ ഒരു ഫാഷൻ ബ്രാൻഡ് എന്ന ലെവലിൽ, ടൈറ്റാൻ വേറൊരു സംഭവം, ഇങ്ങനെ ഓരോ റോളക്സ് വേറൊരു അപ്പോൾ ഇതൊക്കെ വാച്ച് തന്നെയാണ്. ഇതിനൊക്കെ മാർക്കറ്റുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രാൻഡിനെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത ശേഷം മാത്രം ഈ ഐഡൻറ്റിറ്റീസിലേക്ക് പോവാണ്. ബേസിക്കലി ഒരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ ഈ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം ഇപ്പോൾ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തുണ്ടാക്കുന്നു? നാട്ടുകാരെ കാണിക്കാൻ. പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ്, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനുണ്ടാക്കുന്നു? നല്ല ഭംഗിയിൽ ഉണ്ടാക്കണം. കാരണം എങ്കിലും ആൾക്കാർ അത് അട്രാക്റ്റഡ് ആവത്തുള്ളൂ. അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്നത് ISO സർട്ടിഫിക്കേഷൻ പലരും ചെയ്യുന്നൊരു കാര്യമാണത്. എന്തിനുണ്ടാക്കുന്നു? മാർക്കറ്റിംഗ് പർപ്പസിന്. അപ്പം ഇത് വലിയൊരു മിസ്റ്റേക്ക് അല്ലേ? കാരണം ബ്രാൻഡിങ്ങിനകത്ത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഒരു 80 അല്ലെങ്കിൽ 60% കാര്യങ്ങളും ആ ഓർഗനൈസേഷനകത്ത് നിൽക്കേണ്ടതാണ്. ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി 40% മാത്രമാണ് കസ്റ്റമറിലേക്ക് ത്രൂ മാർക്കറ്റിംഗ് എത്തേണ്ടത് അല്ലേ? നമ്മുടെ വെബ്സൈറ്റിൽ, ബ്രാൻഡസിൻ്റെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഓൾറെഡി ഉള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രീ ബ്രാൻഡ് ഓഡിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് 3 എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഹാർട്ട്, അതായത് ഇൻറ്റേർണലി ഉള്ള സാധനമാണ്. ദെൻ അതിൻ്റെ ബോഡി, ദെൻ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഈ 3 എലമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ കമ്മ്യൂണിക്കേഷനും ബോഡിയും ആണ് ആൾക്കാർ കാണാൻ പോകുന്നത്. ആ ഹാർട്ട് എന്ന് പറയുന്ന സാധനം ഇൻറ്റേർണൽ ഉള്ള സാധനമാണ്. ബേസിക്കലായിട്ട് നമ്മളെ ബ്രാൻഡ് കോറിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ പറയാവുന്നതാണ്. അപ്പം ഇത്രയുള്ള സംഭവം, നമ്മളൊരു എംപ്ലോയി വർക്ക് ചെയ്യാൻ വരികയാണ്, അവന് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവൻ വർക്ക് ചെയ്യാൻ വരാൻ തോന്നണം. കാരണം അവൻ എന്തോ ഒരു വലിയൊരു മിഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ വന്ന് വർക്ക് ചെയ്യും. ഇപ്പം നമുക്കൊരു ഓഫർ കിട്ടണം, മാർവലിൻ്റെ മൂവിയിൽ ഒരു എന്തെങ്കിലും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരികയാണ്.
നമ്മൾ വർക്ക് ചെയ്യും. കാരണം അതൊരു വലിയ കോസ്റ്റിന് വേണ്ടി ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു ഹാരി പോട്ടർ മൂവിയോ ഇതൊക്കെ പോലത്തെ സാധനങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മളൊരു പ്ലാനറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സാധനം ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇൻറ്റേർണലി ഇത് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തേക്കും പോകത്തുള്ളൂ. അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ ഫീലിങ്സ് ഒക്കെ ആൾക്കാരിൽ അകത്തും പുറത്തുള്ള ആൾക്കാരിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡിങ്ങിലൂടെ തന്നെ ഐഡൻറ്റിറ്റീസിലേക്ക് പോകണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. ഞാൻ എന്തിന് ഈ കളർ കൊടുത്തു, ഈ പറഞ്ഞ ആൻട്രപ്രണർ ഇഷ്ടമായിരിക്കില്ല, പക്ഷേ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ കളറായിരിക്കും അവർക്ക് ഇതിന് ഈ ഒരു ഇമോഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് പറയണമെങ്കിൽ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഇനിഷ്യലി ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജി പലപ്പോഴും ഡെവലപ്പ് ചെയ്ത് വരുന്നത് പല കേസ് സ്റ്റഡീസും വെച്ചിട്ടാണ്. നമ്മുടെ ഈവൻ ജാഗോർ ആണെന്ന് നമ്മൾ ജാഗോർ എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ജാഗോർ ആണെന്നുണ്ടെങ്കിലും മുൻപ് ഈ റീബ്രാൻഡ് ചെയ്ത് പരാജയപ്പെട്ടു പോയിട്ടുള്ള ബ്രാൻഡുകൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇന്നത്തെ പല ബ്രാൻഡുകളും ഈ റീബ്രാൻഡിങ് ആക്ടിവിറ്റിയിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ജാഗോറിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോൾ ഓഡിയുടെ സാധനം അത് മാറ്റിയിട്ട് അവർ ഓടി എന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഡി അല്ല ഔഡി എന്നാണ് പറയേണ്ടതെന്നാണ് ബുദ്ധിയുള്ളവരെ പലരും പറഞ്ഞിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി ഇപ്പൊ അവരെന്ത് പറയുന്നതല്ല, നമ്മളിപ്പോ ഓടി എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ അതാണ് ബ്രാൻഡ് നെയിം. ഞാൻ കമ്പാക്കോളയെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കമ്പയിലെ ക്യാമ്പ എന്നാണ് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി പരസ്യം വന്നാലേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ കമ്പയാണോ ക്യാമ്പയാണോ. എനിവേ അപ്പം ഔഡി ഇപ്പം ചെയ്തത് എന്താ, ഐക്കോണിക് ആയിട്ടുള്ള സർക്കിൾ എടുത്ത് കളഞ്ഞിട്ട് ഔഡിന്ന് എഴുതി എന്നുള്ള രീതിയിൽ. അപ്പം ഇതെല്ലാം പുറകിൽ വലിയ രീതിയിലുള്ള പഠനങ്ങളുണ്ട്. ആ പഠനത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇത് അവർ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ അല്ല ഇന്ന് കാരണം ഇന്ന് അവർ ഈവൻ ഇപ്പോൾ പഴയ ലോകത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും കിട്ടുന്നത്. രണ്ട് കാര്യം കൂടെ അതിൻ്റെ ഇപ്പോഴത്തെ പഠനത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ ഉണ്ട്. പണ്ട് ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഇല്ല. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇത്രയും യൂസർ ഇൻട്രാക്ഷനും ഇത്രയും കസ്റ്റമർ ഡാറ്റ അവരിലുണ്ട്. അപ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാഗ്വാർ ആദ്യമായിട്ടല്ല പേര് മാറ്റുന്നത്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ലോഗോ മാറ്റുന്നതൊക്കെ ആദ്യമായിട്ടല്ല, പല തവണയായിട്ട് അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ അതിൽ പലപ്പോഴും അവർ ഇപ്പം നമ്മൾ മുമ്പ് ഞാനൊരു ബ്രാൻഡിന് നമ്മൾ ചെയ്ത സമയത്ത് അതിൽ ചില അക്ഷരങ്ങൾ മാത്രം ക്യാപിറ്റലാക്കി. ജഗ്വാറിൻ്റെ ലോകത്ത് അങ്ങനെ 2 അക്ഷരം ക്യാപിറ്റൽ കാണും. അപ്പോൾ അവരതിനൊക്കെ ഒരു പർപ്പസും റീസണൊക്കെ വെച്ചിട്ടാണ് അത് അതിൻ്റെ പ്രൊനൗൺസ് എനിക്കൊന്ന് നടുക്കത്ത് മിഡിലെ ആ ഗ്വാ സൗണ്ട് സ്ട്രെസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്കാണ് അവർ വെച്ചിട്ടുള്ളത്. ബ്രാൻഡ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, ഇസം എന്ന് പറയുന്നത് സ്മോളാണ്. കറക്റ്റ്. അപ്പോൾ അത്തരത്തിൽ അവർ അത് നല്ല രീതിയിലുള്ള റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് അവർ ഈ ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സോ വട്ടെവർ നമ്മൾ ബിസിനസ്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു ബാക്കപ്പ് വേണം, ഒരു റിസർച്ചിൻ്റെ ഒരു ബാക്കപ്പ് വേണം, കേസ് സ്റ്റഡീസ് വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഈവൺ ഒരു ലോഗോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ലോഗോ അല്ല ഉണ്ടാക്കേണ്ടത്. അതിന് മുമ്പിൽ കുറേ പഠനങ്ങൾ നമ്മൾ ചെയ്ത് അതിന് ബേസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് കോർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കുക. എങ്കിൽ അതിനൊരു ലോങ് ലൈഫ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ബ്രാൻഡ് കോർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു ചർച്ച അടുത്ത വീഡിയോയിൽ ചെയ്യാം.